ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു ഡേ ഔട്ട് വ്ളോഗായിട്ടാണ്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒന്ന് ലൈബ്രറിയിൽ, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഉണ്ടല്ലോ, അവിടെ ഒന്ന് പോയി. ആദ്യമായിട്ടാണ് ഞാൻ ലൈബ്രറിയിലൊക്കെ പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലൈബ്രറിയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ ആദ്യമായിട്ടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ബുക്സ് ഉണ്ട് അവിടെ, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു പോയ ബുക്ക് കിട്ടിയില്ല. ഞാൻ എടുക്കാനായിട്ട് പോയ ബുക്ക് TD രാമകൃഷ്ണൻ സാറിൻ്റെ ഫ്രാൻസിസ് ഈറ്റിക്കോര എന്ന് പറയുന്ന ബുക്കായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേരുടെ റിവ്യൂസ് കണ്ടായിരുന്നു, യൂട്യൂബിലൊക്കെ. അപ്പോൾ എനിക്ക് അതിൻ്റെ സ്റ്റോറീസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനത്തെ ഉള്ള ജേണറുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് ഗോസ്റ്റ്, ഹൊറർ, പിന്നെ കുറച്ച് ഈ ബ്ലാക്ക് മാജിക്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങളുണ്ടല്ലോ, നമ്മൾ സാധാരണ കാണാത്ത സംഭവങ്ങൾ. അതായത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് എനിക്ക് അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ കേൾക്കാനും വായിക്കാനും ഒക്കെ. ഞാൻ ഒരുപാട് അങ്ങനത്തെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാറുണ്ട് അങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയിട്ടുള്ള. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ആ ബുക്ക് വേറെ ആരും എടുത്തുകൊണ്ട് പോയിരുന്നു. ഇത് ഞാൻ അവിടെ രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. ആദ്യത്തെ തവണ ഞാൻ പോയപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ സമ്മതപത്രം ഇല്ലാതെ നമുക്ക് അവിടെ ഒരു മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ എനിക്ക് അന്ന് അവിടെ ഉള്ളിലേക്ക് കയറാനും പറ്റിയില്ല. മെമ്പർഷിപ്പ് എടുക്കുന്നതിന് 100 മുതൽ 400 രൂപ വരെയാണ് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ കേട്ടോ, നമുക്ക് പറ്റുന്ന രീതിയിൽ. ഞാൻ 100 രൂപയുടേതാണ് കേട്ടോ എടുത്തത്. ഈ 100 രൂപ നമുക്ക് മെമ്പർഷിപ്പ് നമ്മൾ എന്നാണോ ക്യാൻസൽ ആക്കുക ആ സമയത്ത് നമുക്ക് തിരിച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ പോയി എടുത്തു. സൂപ്പറാണ്, വെർത്താണ്. 100 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് ഒരു ആർട്ടിക്കിളും ഒരു നോവൽ രീതിയിലുള്ള ബുക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഒരു സമയം നമുക്ക് എത്ര ബുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ 100 രൂപ മുതൽ 400 രൂപ റേഞ്ച് പറയുന്നത്. പിന്നെ ബുക്കൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറി. ഒരുപാട് നാളായി ഞാൻ മ്യൂസിയത്തിലും സൂയിലൊക്കെ പോയിട്ട്. സൂയിൽ കയറാനായിട്ട് നിന്നില്ല നമ്മൾ. ഞാനും അവളും ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത് കേട്ടോ. ഇവളും എൻ്റെ കൂടെ ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്യുമായിരുന്നു. നമുക്ക് ഒരുപാട് കഥകളും ഇപ്പോൾ പറയാനുണ്ടായിരുന്നു. കഥ പറയാൻ പറ്റിയൊരു സ്ഥലമാണല്ലോ മ്യൂസിയത്തിലുള്ള പാർക്ക്. നമ്മളവിടെ അങ്ങനെ പോയിരുന്നു. നമ്മളവിടെ ഐസ്ക്രീം വാങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു കൂട്ടം സ്കൂൾ പിള്ളേരെ നമ്മൾ കണ്ടു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കുട്ടിക്കാലമാണ് നമുക്ക് ഓർമ്മ വന്നത്. നമ്മൾ അതിനെപ്പറ്റി ഷെയർ ചെയ്യുകയും ചെയ്തു. ഞാനും അവളും ഒരു സ്കൂളിലല്ല പഠിച്ചത്, നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് കൂട്ടായതാണ്. അങ്ങനെ ഷെയർ ചെയ്യാൻ അപ്പോൾ ഒരു കഥ കിട്ടിയല്ലോ. ഞാൻ പഠിച്ചിരുന്ന സ്കൂള് ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ട്രിവാൻഡ്രത്തുനിന്ന്. അപ്പോൾ എല്ലാ വർഷവും മിക്കപ്പോഴും ഇവിടെ ആയിരിക്കും, അതായത് സുവോ മ്യൂസിയോ അല്ലെങ്കിൽ ഹാപ്പി ലാൻഡ്, ഇതായിരിക്കും നമ്മുടെ ട്രിപ്പ്. അപ്പോൾ നമ്മളവിടെ മ്യൂസിയത്തിൻ്റെ അവിടുത്തെ പാർക്കിൽ കുറച്ച് നേരം ഐസ്ക്രീമൊക്കെ കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നു. നമ്മളവിടെ ഇരുന്ന സമയത്തുണ്ടല്ലോ, നമ്മളവിടെ ചുറ്റും ഫുള്ളും ആസ്വദിച്ചിരിക്കുകയായിരുന്നു. എന്ത് ഭംഗിയായിരുന്നെന്നറിയോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത്. അത്യാവശ്യം വെയിലും അത്യാവശ്യം കാറ്റ്. പക്ഷെ ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഓരോരുത്തരെയും അവിടെയുള്ള ആൾക്കാരെയൊക്കെ ശ്രദ്ധിച്ചു. എന്ത് ഹാപ്പി ആയിട്ട് അവർ സമാധാനത്തോടെയാണ് അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നോ.
നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണ്. കാരണം നമ്മൾ രണ്ടുപേരും റിപ്പീറ്റേഴ്സ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു വർഷത്തോളം നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര അധികം സന്തോഷം തോന്നി. നമ്മൾ ഫ്രണ്ട്സായിട്ട് ചെറുതായിട്ടൊരു ഔട്ടിങ്ങിന് പോയപ്പോഴേക്കും ഇത്രയധികം സന്തോഷമല്ലേ. അപ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ വലിയ വലിയ ട്രിപ്പുകൾ പോകുന്നവരെ സന്തോഷം എത്ര മാത്രമായിരിക്കും അല്ലേ? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇത്രയും നേരം എൻ്റെ കഥ കേട്ട് എന്നെ സഹിച്ചിരുന്നതിന് ഒരുപാട് താങ്ക്സ് ഫോർ വാച്ചിങ്.